ഇന്നൊരു വളരെ സന്തോഷമുള്ള ഒരു കാര്യം, ഷോർട്ട് വീഡിയോ എടുത്തിടണം എന്ന് വിചാരിച്ചതാണ്. വീട്ടിൽ നിന്ന് ഇറങ്ങുന്നതിന് മുമ്പേ എടുക്കണം എന്ന് വിചാരിച്ചു. അന്നേരം സമയം കിട്ടിയില്ല. ഓട്ടപ്പാച്ചിലാണെന്ന് ഞാൻ എൻ്റെ പ്രിയങ്ങളോട് പലപ്പോഴായിട്ട് പറഞ്ഞല്ലോ. ചിലപ്പോഴൊക്കെ ഈ മനസ്സെത്തുന്നിടത്തേക്ക് ശരീരം എത്താൻ വളരെയേറെ പ്രയാസം അനുഭവപ്പെടുന്നുണ്ട്. ഒരുപാട് സങ്കടം വന്ന് ഒട്ടും പിടിച്ചു നിൽക്കാൻ പറ്റാത്ത ഒരു സമയത്ത് എല്ലാം അങ്ങ് അവസാനിച്ചെങ്കിൽ എന്ന് തോന്നുമ്പോൾ എന്തെങ്കിലും ഒരു തിരിവെളിച്ചം നമ്മുടെ മുന്നിൽ കാണിക്കും. എൻ്റെ ജീവിതത്തിൽ ഇന്നോളം അങ്ങനെ തന്നെയാണ്. വീണുപോയി എന്ന് തോന്നിയെടുത്തു എന്നെല്ലാം ഞാൻ എഴുന്നേറ്റ് നടന്ന് മുന്നോട്ട് പോയതിൻ്റെ എല്ലാം പിന്നിൽ അങ്ങനെയുള്ള ചില സംഭവങ്ങളാണ് കേട്ടോ. വെറുതെ വായിട്ട് അലച്ച് സംസാരിച്ചിട്ട് കാര്യമില്ല. അത് പ്രവൃത്തിയിൽ കൊണ്ടുവരുമ്പോഴാണ് നമ്മൾ ചെയ്യുന്ന നമ്മുടെ കഷ്ടപ്പാടിനൊരു ഫലം ഉണ്ടായി എന്ന് പറയുന്നത്. ഇപ്പൊ ശരിക്കും പറഞ്ഞാൽ കുറച്ച് ദിവസങ്ങളായിട്ട് ഈ വായിട്ട് അലയ്ക്കുന്ന പരിപാടി അല്ലാതെ പ്രവൃത്തി ഒന്നും അങ്ങോട്ട് നടക്കുന്നില്ല. അതുകൊണ്ട് അതിൻ്റെതായിട്ടുള്ള ഒരു മാനസിക പിരിമുറുക്കം എന്ന് തന്നെ പറയാം. അത്രയും സ്ട്രെസ്ഡ് ആയിരുന്നു കേട്ടോ പ്രിയങ്ങളെ. അത് പറഞ്ഞാൽ അത് തീരില്ല. അത്രയും അതിൻ്റെ ഒരു മങ്ങലിൽ ഇങ്ങനെ ഇരുന്ന സമയത്താണ് ഇന്നലെ രാവിലെ ഫോൺ എടുത്തപ്പോൾ നമ്മുടെ യൂട്യൂബ് ഫാമിലി, അമ്മക്കിളി എന്നുള്ള ഫാമിലി 280K ആയി. 279 കുറേ നാളുകളായി. മുന്നോട്ട് അങ്ങനെ പോകുന്നില്ലായിരുന്നു. അത് ഇന്നലെ അത് കണ്ടപ്പോൾ എൻ്റെ മനസ്സിലൊരു ലഡു പൊട്ടി, സത്യം. അന്നേരം ഞാൻ എന്നോട് തന്നെ ചോദിച്ചു, നീ എന്തിനാ കരയുന്നത്, നീ എന്തിനാ വിഷമിക്കുന്നത്, നീ എന്തിനാ ഇങ്ങനെ ഭാരപ്പെടുന്നത്? അതാണ് ശരിക്കും പറഞ്ഞത്. അതിൻ്റെ ഒന്നും ആവശ്യമില്ല. അതേ എവിടെയൊക്കെയോ ഇരുന്ന് കുറേ മനുഷ്യർ നിന്നെ സ്നേഹിക്കുന്നുണ്ട്, നിനക്ക് വേണ്ടിയിട്ട് പ്രാർത്ഥിക്കുന്നുണ്ട് എന്നൊക്കെ ഞാൻ എന്നോട് തന്നെ പറഞ്ഞ് പഠിപ്പിച്ച പ്രിയങ്ങളെ. ആ ഒരു ബലത്തിലാണ് ഇന്നത്തെ ഈ ദിവസം രാവിലെ എഴുന്നേറ്റതും ഇന്നത്തെ കാര്യങ്ങളൊക്കെ പലതും മുടങ്ങിയിട്ടാണ് ഇരിക്കുന്നത്, എന്നാൽ പോലും ഒരു സമാധാനത്തിലിരിക്കുന്നത്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ നിങ്ങൾ എന്താ ചെയ്യുന്നത്? ഒരു മനുഷ്യനെ ജീവിതത്തിലേക്ക് കൈപിടിച്ച് നടത്തുകയാണ് ചെയ്യുന്നത്. അതിന് എൻ്റെ പ്രിയങ്ങളോടെല്ലാം നിറയെ സ്നേഹം. ഒരുപാട് വിശേഷപ്പെട്ട കാഴ്ചകളൊന്നും ഇല്ലാതിരുന്നിട്ടും എൻ്റെ ചാനൽ സപ്പോർട്ട് ചെയ്ത് എൻ്റെ കൂടെ നിൽക്കുന്ന എൻ്റെ പ്രിയപ്പെട്ടവരോടെല്ലാം ഒരുപാട് സ്നേഹവും നന്ദി അറിയിക്കുകയാണ്. അത്രമേൽ എനിക്ക് പറ്റാത്ത സമയത്തൊക്കെ ഞാൻ എൻ്റെ വിഷമങ്ങൾ പറയാറുണ്ട്. മുഴുവനും തുറന്നു പറയാൻ പറ്റാത്ത ഒരു സാഹചര്യമാണെങ്കിൽ പോലും അത് മനസ്സിലാക്കി എൻ്റെ കൂടെ നിൽക്കുന്ന ഒരുപാട് നല്ല മനുഷ്യരുണ്ട്. വളരെ വളരെ നല്ലൊരു ഫാമിലിയാണ് എനിക്ക് കിട്ടിയത് യൂട്യൂബിലൂടെ. അപ്പോൾ അതിന് ദൈവത്തോട് നന്ദി പറയുന്നു. എൻ്റെ കൂടെ നിൽക്കുന്ന എൻ്റെ പ്രിയപ്പെട്ടവരോടെല്ലാം കേട്ടോ. കുഞ്ഞിട്ടമ്മമാർ മാത്രമല്ല, കുഞ്ഞുങ്ങളുണ്ട്, അനിയത്തിമാരുണ്ട്, അനിയന്മാരുണ്ട്, ചേച്ചിമാരുണ്ട്, ഒരുപാട് സഹോദരങ്ങളുണ്ട്. തുടർന്നും നിങ്ങളുടെ സ്നേഹവും സപ്പോർട്ടും ഉണ്ടാവണം. എല്ലാവരോടും വീണ്ടും സ്നേഹം.